സെക്രട്ടേറിയറ്റ് വളപ്പിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തി. സുരക്ഷാ ജീവനക്കാരിക്ക് പാമ്പ് കടിയേറ്റതിന് പിന്നാലെ സർപ്പ ടീം നടത്തിയ പരിശോധനയിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. നിലവിൽ പരിശോധന പുരോഗമിക്കുകയാണ്. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ചന്തു, നിരവധി ആളുകൾ ജോലിക്ക് വരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ അത്തരത്തിൽ പാമ്പുകളുണ്ടോ? അത്തരത്തിലുള്ള പരിശോധനയൊക്കെയാണോ നടക്കുന്നത്? കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സുരക്ഷയിലുണ്ടായിരുന്ന ഒരു വനിതാ പോലീസിനെ പാമ്പിന്റെ കടിയേറ്റിരുന്നു. അവരിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. ഇതിനെ തുടർന്നാണ് ഇന്ന് വനംവകുപ്പിന്റെ സർപ്പ ടീം സെക്രട്ടേറിയറ്റിനുള്ളിൽ ഈ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു പാമ്പിനെ കൂടി കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഭക്ഷ്യവകുപ്പിന്റെ പരിസരത്ത് ഇത്തരത്തിൽ പാമ്പിനെ കണ്ടെത്തിയിരുന്നു. പ്രധാനമായും ഫയലുകൾ കൂട്ടി വച്ചിരിക്കുന്ന സ്ഥലത്തും പുറത്ത് കാട് പിടിച്ചു കിടക്കുന്നതിന് സമാനമായിട്ടുള്ള സ്ഥലത്തുമാണ് ഈ പാമ്പുകളെ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഇത്തരത്തിൽ സർപ്പ ടീം എത്തിയൊക്കെ പാമ്പിനെ പിടികൂടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ അടിയന്തരമായി സർപ്പ ടീം എത്തുന്നതിനുള്ള ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഈ സുരക്ഷാ ജീവനക്കാരിക്ക് കടിയേറ്റ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്നാണ് ഈ ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ സമരം ആരംഭിച്ചതിന് ശേഷം രാത്രിയിൽ 2 വനിതാ പോലീസ് ജീവനക്കാരെ സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സുരക്ഷയ്ക്ക് നിയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് ഈ വളപ്പിന് പുറത്തും ഈ സമരം നടക്കുന്ന സ്ഥലത്തും ഈ വനിതാ പോലീസുകാരുടെ ഒരു സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ഇതിനകത്ത് ഈ സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു വനിതാ പോലീസ് ജീവനക്കാരിക്കാണ് ഇത്തരത്തിൽ പാമ്പിന്റെ കടിയേറ്റത്. തുടർന്നാണ് ഇന്ന് സർപ്പ ടീം എത്തി പരിശോധന നടത്തിയത്. അതിലൊരു പാമ്പിനെ കൂടിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പരിശോധന നടത്താനാണ് തീരുമാനം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പാമ്പ് കടിയേറ്റതും നേരത്തെ പാമ്പിനെ അവിടെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്തായാലും സർപ്പ ടീമിന്റെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ സർപ്പ ടീമിന്റെ പരിശോധന വരും ദിവസങ്ങളിലും തുടരും.